സ്വാഗതം ജനഹിതത്തിലേക്ക്. ആരാണിക്കുറി പാലക്കാട് കോട്ട പിടിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ശക്തമായ ത്രികോണ മത്സരം മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു. മീനച്ചൂടിനെ പോലും കടത്തിവെട്ടിയാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ മണ്ണിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് ഉരുകിത്തിളയ്ക്കുന്നത്. കോട്ടകാക്കാൻ UDF ഇത്തവണ രംഗത്തിറക്കിയത് സിനിമാ താരവും കൊമേഡിയനുമായ രമേശ് പിഷാരടിയെയാണ്. കുറെ തവണയായി BJP ആണ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് എന്ന കാര്യം തന്നെ മണ്ഡലത്തെ സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുന്നു. മെട്രോമാൻ ശ്രീധരനെ അടക്കം പരാജയത്തിന്റെ കയ്പുനീർ കുടിപ്പിച്ച് പലതവണ BJPക്ക് ചെക്ക് വെച്ച കോൺഗ്രസിന് പക്ഷേ വിജയമിക്കുറി എളുപ്പമല്ല. കരകയറണമെങ്കിൽ കണ്ടമാനം വിയർക്കേണ്ടി വരും. സ്ഥാനാർത്ഥി സെലിബ്രിറ്റി ആയതിനാൽ അപരിചിതനല്ലെങ്കിലും അരാഷ്ട്രീയക്കാരനാണ്. അതാണ് രമേശ് പിഷാരടിയുടെ അയോഗ്യതയും. സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയും ഡയലോഗ് അടിക്കുന്നത് പോലെയും തമാശ പൊട്ടിക്കുന്നത് പോലെയുമല്ലല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും രസതന്ത്രം തന്നെ രണ്ടാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ രമേശ് പിഷാരടിയുടെ വായിൽ നിന്ന് വീണ അബദ്ധ പഞ്ചാംഗം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറയുകയാണ്. UDFന്റെ യൂത്ത് ഐക്കൺ ഷാഫി പറമ്പലിന്റെ കൈപിടിച്ചോ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഇമേജ് തകർന്ന സ്ഥിതിയിലാണ് UDF. രാഹുലിനെതിരെ നടപടിയെടുക്കുകയും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ട് തന്നെ കോൺഗ്രസിൽ പിന്മുറക്കാരുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുതിയതായി വന്ന വിവാദങ്ങൾ. ഷാഫിയുടെ അടുത്ത കൈയും കോൺഗ്രസ് കൗൺസിലറുമായ പ്രക്ഷോഭ് കൂടി സ്ത്രീ പീഡന പരാതിയിൽ ഉൾപ്പെട്ടതോടെ ആകെ മൊത്തം പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. BJPയുടെ ശോഭാ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ശക്തിയായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നാണ് BJP പ്രചാരണം. BJP പ്രവർത്തക രമേശ് പിഷാരടിയെ തടഞ്ഞത് വിവാദമായിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രി വരെ അപലപിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 സ്റ്റാർ ക്യാമ്പയിനർമാരുടെ നടുവിലേക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായി NMR റസാഖ് കടന്നു വന്നത് അണികൾ പോലും അമ്പരപ്പോടെയാണ് ആദ്യം നോക്കിക്കണ്ടത്. പിന്നീട് അമ്പരപ്പ് ആദരവിനും ശേഷം വിസ്മയത്തിനും വഴിമാറി. പച്ച മനുഷ്യന്റെ മനുഷ്യപ്പറ്റ് വഴിയുന്ന വാക്കുകളും ഇടപെടലുകളുമായി റസാഖ് പാലക്കാട്ടുകാരിൽ ഒരാളായി. നേതാവ് എപ്പോഴും ജനകീയനാവുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴാണ്. അത്തരത്തിലൊരു ജനകീയ മുഖമാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ ഹോട്ടൽ വ്യവസായി NMR റസാഖാണ് അവിടെ താരം. ആദ്യമൊക്കെ വലിയ തരത്തിൽ റസാഖിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നെങ്കിലും പോകെ പോകെ അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നതാണ് കണ്ടത്. തങ്ങൾക്ക് പരിചയമുള്ള തങ്ങളിൽ ഒരാളെ തന്നെ നേതാവായി കിട്ടിയെന്ന ആവേശത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. NMR റസാഖ് LDF സ്വതന്ത്രനായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് NMR എന്ന 3 അക്ഷരം കൊണ്ട് മലയാളികളുടെ നാവിൽ ബിരിയാണി രുചി പകർന്ന ഒരു സംരംഭകന്റെ വിജയഗാഥകൾ കൂടി തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പാലക്കാട്ടുകാരനായ ഒരു MLA വേണമെന്നുള്ള പാലക്കാട്ടുകാരുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാവും തന്റെ വിജയത്തിലൂടെ സംഭവിക്കുക എന്ന് NMR റസാഖ് പറയുന്നു. കഴിഞ്ഞ തവണ UDFനൊപ്പം നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഇത്തവണ റസാഖിനെ തുണയ്ക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അഗ്രഹാരങ്ങളും റാവുത്തർ വോട്ടുകളും LDFന്റെ പെട്ടിയിലിട്ട് വിജയം സമ്മാനിച്ച ചരിത്രം മുമ്പും പാലക്കാടിനുണ്ട്. BJPയുടെ രഥയോട്ടത്തിന് പാലക്കാടിന്റെ മതേതര മനസ്സ് തടയിട്ട ചരിത്രമാണുള്ളത്. ഇക്കുറി പാലക്കാട് ആർക്കൊപ്പമെന്ന് കാത്തിരുന്നു കാണാം.